చెప్పే మాయ మంత్రం కథ కదే చంటోళ్లను భయపెట్టే భూచోడి కథ కదే తాత ముత్తాతమ్మల భూతాల కథ కదే విక్రమాదిత్యుడు చెప్పిన వేదాళుడి కథ కదే దీపము నుండి బియ్యం వచ్చే అల్లావుద్దీన్ కథ కదే ఇది ముడత చర్మం ముసలి చెప్పే కథ లాంటి నిజమేలే నిజమేలే നമുക്കൊരു ചാൻസ് ഉണ്ട് ഗൈസ്. ഇപ്പോൾ നമ്മുടെ ഇട്ടു വെസ്റ്റ് ഗോൾ അടിച്ചിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഗോളാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ചാൻസ് വരുമ്പോൾ നിങ്ങൾ ഒരിക്കലും ബോൾ പാസ് ചെയ്യുക അങ്ങനെ ടെൻഷനൊന്നും വേണ്ട. നിങ്ങൾക്ക് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട്. ഇട്ടുവിനൊന്നും കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഓടി പിടിച്ചാൽ കിട്ടില്ല. അത് കാരണം നമുക്ക് എങ്ങനെ വേണമെങ്കിൽ കൊണ്ടുപോയി ഗോൾ അടിക്കുക. അപ്പോൾ ആ പ്ലെയറിൻ്റെ ക്വാളിറ്റി നിങ്ങൾ മനസ്സിലാക്കണം. ഫസ്റ്റ് കയ്യിലിരിക്കുന്ന പ്ലെയർ എങ്ങനെ പ്ലെയറാണ് കളിക്കണേ അത് നിങ്ങൾ മനസ്സിലാക്കണം ഫസ്റ്റ് തന്നെ. എന്നിട്ട് കളിക്കാൻ നോക്കാം. അല്ലാണ്ട് എല്ലാ പ്ലെയറിനെയും ഒരുപോലെ വെച്ച് കളിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കളി ജയിക്കാൻ പറ്റണമെന്നില്ല. നമ്മുടെ കയ്യിലിരിക്കുന്നത് ഏത് പ്ലെയറാണോ ആ പ്ലെയർ എങ്ങനെയാണ് കളിക്കുക അത് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഗെയിമിൽ ഇമ്പ്രൂവ് ആയിട്ട് കളിക്കാൻ പറ്റുള്ളൂ. കൂലിക്ക് ആവാറായി തോന്നണം. അതിലാണ് ഞാൻ കളിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണേ. അപ്പം എനിക്ക് അതിൻ്റെ ഇത് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ഇത് ഗോൾ അടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ തിരിച്ചിട്ടാൽ മതി. ഈസി ഗോളാണ്. പേടിക്കാണ്ട് കളിച്ചാൽ മതി. ഗ്രീസ്മാൻ ഈസി എന്ന് പറഞ്ഞാൽ ഈസി. ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് പ്രോ ടിപ്സാണ്. അത് നമ്മൾ ഗെയിമിൽ നിങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങളുടെ കളി കുറച്ചും കൂടി ഇമ്പ്രൂവ് ആക്കാൻ പറ്റും. അപ്പോൾ നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കാം. മെയിനായിട്ട് നിങ്ങളുടെ ഫോർമേഷനാണ്. നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫോർമേഷൻ നിങ്ങൾക്ക് കളിക്കാൻ പറ്റുന്നതാണോ എന്ന് ഫസ്റ്റ് തന്നെ തീരുമാനിക്കുക. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ആ ഫോർമേഷൻ വർക്കൗട്ട് ആവുന്ന രീതിയിലുള്ള പ്ലെയേഴ്സിനെ നിങ്ങൾ അവിടെ കറക്റ്റ് പ്ലേസിൽ സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ആ പ്ലെയേഴ്സിന് എന്തിട്ടെങ്കിലും കുറവുണ്ടെങ്കിൽ നിങ്ങൾ അത് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഇതിന് എക്സ്ട്രാ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ പറയാം. പിന്നെ നല്ല ഫോർമേഷനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ നിങ്ങൾ ഫോർമേഷനും പ്ലെയേഴ്സിനെ അതാത് പൊസിഷനിലായിട്ട് കൃത്യ പൊസിഷനിലിട്ട് കളിപ്പിക്കണം. പിന്നെ ആ പൊസിഷനിൽ അവർക്ക് കുറച്ചും കൂടി ഇപ്പോൾ അഗ്രഷൻ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ സെറ്റാക്കണം. അപ്പോൾ നമുക്കിനി ബാക്കി കാര്യങ്ങൾ മാച്ചിൽ പറയാം. അപ്പോൾ ഞാൻ മാച്ച് കളിക്കാൻ പോകുന്നത് ഡിവിഷൻ മാച്ചാണ്. ഡിവിഷൻ എന്തോ 4 അങ്ങടാന്ന് തോന്നുന്നു. ആ 4 അല്ലേ ഗൈസ്, 3 ആണ്. അപ്പോൾ നമുക്ക് 2 കളി തോറ്റിട്ടുണ്ട്, 3 കളി ഡ്രോ. ഇപ്പോൾ ജോലി സ്ഥലത്തൊക്കെ വെച്ച് കളിക്കുമ്പോൾ ഇടയ്ക്ക് എക്സിറ്റൊക്കെ അടിച്ച് പോകേണ്ടി വരും. എക്സിറ്റല്ല, മറ്റേ ഗെയിം അടക്കം ക്ലിയർ ചെയ്ത് അടിച്ച് പോകേണ്ടി വരും. അപ്പോൾ നമുക്ക് എന്തായാലും ഓപ്പണൻറ്റ് കിട്ടുമോ നോക്കാം നല്ലത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഓപ്പണൻറ്റ്. അത്യാവശ്യം ടീം സ്ട്രെങ്ത് ഒക്കെ ഉള്ള ഒരു ഓപ്പണൻറ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ടിപ്സ് ആൻഡ് ട്രിക്സ് ഇതിൽ ഫുള്ള് പറയാൻ പറ്റുമെന്ന് നോക്കാം. അവൻ ചിലപ്പോൾ കൊടുക്കത്തെ സീങ് സ്കോഡാണ് ഗൈസ്. എന്താണിത്, എല്ലാവരും ഉണ്ടല്ലോ ഒരുവിധം. അപ്പോൾ നമുക്ക് കളിച്ചു നോക്കാം. നമുക്കെന്ത് കളിയാണെങ്കിൽ കളി, അടിയാണെങ്കിൽ അടി, ഇടിയാണെങ്കിൽ ഇടി, അങ്ങനെയൊക്കെ പറയാമല്ലോ വെറുതെ. ഇതാണിപ്പോൾ നമ്മുടെ സ്കോഡ്. നമുക്കും അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്കോഡൊക്കെ ഉണ്ട്. പിന്നെ ഇനി കളിക്കുമ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മുടെ മാച്ച് അങ്ങനെ സ്റ്റാർട്ടായിട്ടുണ്ട്. നമുക്ക് നോക്കാം. ടിപ്സ് പറയാൻ പറ്റുമോ അതോ കളിയിൽ രണ്ടെണ്ണം കിട്ടി തോക്കുമോ? അതൊന്നും വിഷയമില്ല, നോക്കാം. അപ്പോൾ നമ്മുടെ ടച്ചാണ്.
അപ്പം നമുക്ക് ടച്ച് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ വാച്ച് ചെയ്യണം അവൻ്റെ കളി എങ്ങനെയാണ്. അത്ര കുറച്ചൊന്നും നിങ്ങൾ ഹോൾഡ് ചെയ്തോ. കുറച്ചെന്ന് പറഞ്ഞാൽ അധികം നേരമല്ല കേട്ടോ, ഒരു 10-20 സെക്കൻഡ്. അവൻ അവിടെ നിന്ന് പുറത്തുനിന്ന് അടിക്കൽ കുറവായിരിക്കും ഇപ്പോൾ അവൻ്റെ കളി. ഈ കളി നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവൻ ബോക്സിന് പുറത്തുനിന്ന് അടിക്കാൻ വഴിയില്ല മിക്കതും. നോക്കിക്കോ, എല്ലാതും ബോക്സിലേക്ക് കയറ്റിട്ട് അടിക്കാനായിരിക്കും അവൻ്റെ പ്ലാൻ. അത് നമുക്കൊരു ചെറിയൊരു സ്പൈ ഉണ്ടായിരുന്നു. അത് ഡബിൾ ടച്ച് വർക്കായില്ലടാ. ഗ്രീസ്മാൻ കോർണർ അടിക്കുമ്പോഴുള്ള ടിപ്സ് ജസ്റ്റ് തന്നെ പറഞ്ഞുതരാം. അപ്പോഴേക്കാൻ പോസാക്കി തേങ്ങ. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ കോർണർ എടുക്കുമ്പോൾ ഇത് ട്രിക്കാണ് ഗൈസ്. ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഈ ബോക്സിന് പുറത്തേക്കണ പ്ലെയറിന് ഇട്ടിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ മെയിൻലി ചെയ്യണതെന്ന് വെച്ചാൽ ആ കീപ്പറിൻ്റെ ബോക്സ് കണ്ടോ, അതിൻ്റെ ഉള്ളിലേക്ക് 6 യാർഡ് ബോക്സ് ഇട്ടിട്ട് ആ പ്ലെയേഴ്സ് നിൽക്കണ ലൈനിലേക്കാണ് ഞാൻ വരച്ചിടാറ്. ചിലപ്പോൾ കയറും, ചിലപ്പോൾ കയറില്ല. ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ വരുമ്പോൾ നമ്മളിങ്ങനെ അപ്പം തന്നെ സ്റ്റണ്ണിങ് ക്രോസും കൊടുക്കാറുണ്ട്. അതാണ് എൻ്റെ ഒരു ടാക്ടിക്സ്. മിക്കതും ഗോളാവാറാണ് പതിവ്. അങ്ങനെ ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ഗോളാവില്ല എന്ന് തോന്നുന്നുണ്ട്. ഓ അത് ശരിയായില്ല. ഓ കയറിയാനാട്ടോ അത്. അപ്പോൾ അതാണ് ഒന്നാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ രണ്ടാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തിട്ട് പാസ് ചെയ്താലും കുഴപ്പമില്ല ഗൈസ്. അത് നമുക്ക് കിട്ടാൻ വഴിയുണ്ട്. അയ്യടാ, അവിടെ വരുമ്പോൾ നമ്മൾ ഒരിക്കലും ബോൾ ടച്ച് ചെയ്ത് ഫസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് എടുക്കുക. അത് കിട്ടി. അവൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു റാ പോലൊരു സ്ഥലം കണ്ടോ. റാ പോലെ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ തൊട്ട് സ്ലൈഡ് ചെയ്ത് കാണിക്കുന്നുണ്ട് റൈറ്റ് സൈഡിൽ. നിങ്ങൾക്ക് പോസ് ആയിട്ട് മനസ്സിലാവുന്ന നോക്കണം. അവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ പരമാവധി അടിക്കാൻ നോക്കുക. നിങ്ങൾ പോസ്റ്റിക്ക് അടിച്ചോ, നിങ്ങൾ അവിടെ ബ്ലോക്ക് നിൽക്കുന്നുണ്ടാകും പിന്നത്തെ വിഷയമാണ്. നിങ്ങൾ പരമാവധി അടിച്ചോ. കാരണം അതൊരു ഗ്ലിച്ച് ഏരിയ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അവിടെ നിന്ന് അടിച്ചാൽ മിക്കതും കയറും. ഈ സൈഡിൽ നിന്ന് ഞാൻ ഡോട്ട് കണ്ടോ, ഈ സൈഡിൽ നിന്ന് അടിച്ചാലും കയറും, ഈ സൈഡിൽ നിന്ന് അടിച്ചാലും കയറും. സെൻറ്ററിൽ നിന്ന് അടിച്ചു കഴിഞ്ഞാൽ അടിച്ചാലും കയറും. പക്ഷേ ആ രണ്ട് വിങ്ങി സൈഡിൽ നിന്ന് അടിക്കുമ്പോൾ കുറച്ചുകൂടി ചാൻസ് കൂടുതലാണ്. സ്റ്റണ്ണിങ് ക്രോസ് വെച്ച് നോക്കാം. അത് മാത്യൂസാണ് വെച്ചത്, അതാണ് അങ്ങനെ പോയി. നമുക്കൊരു ചാൻസ് ഉണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ വെസ്റ്റ് ഗോൾ അടിച്ചിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഗോളാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ചാൻസ് വരുമ്പോൾ നിങ്ങൾ ഒരിക്കലും ബോൾ പാസ് ചെയ്യുക അങ്ങനെ ടെൻഷനൊന്നും വേണ്ട. നിങ്ങൾക്ക് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട്. ഇട്ടുവിനൊന്നും കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഓടി പിടിച്ചാൽ കിട്ടില്ല. അത് കാരണം നമുക്ക് എങ്ങനെ വേണമെങ്കിൽ കൊണ്ടുപോയി ഗോൾ അടിക്കാം. അപ്പോൾ ആ പ്ലെയറിൻ്റെ ക്വാളിറ്റി നിങ്ങൾ മനസ്സിലാക്കണം. ഫസ്റ്റ് കയ്യിലിരിക്കുന്ന പ്ലെയർ എങ്ങനെ പ്ലെയറാണ് കളിക്കണേ അത് നിങ്ങൾ മനസ്സിലാക്കണം ഫസ്റ്റ് തന്നെ. എന്നിട്ട് കളിക്കാൻ നോക്കാം. അല്ലാണ്ട് എല്ലാ പ്ലെയറിനെയും ഒരുപോലെ വെച്ച് കളിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കളി ജയിക്കാൻ പറ്റണമെന്നില്ല. നമ്മുടെ കയ്യിലിരിക്കുന്നത് ഏത് പ്ലെയറാണോ ആ പ്ലെയർ എങ്ങനെയാണ് കളിക്കുക അത് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഗെയിമിൽ ഇമ്പ്രൂവ് ആയിട്ട് കളിക്കാൻ പറ്റുള്ളൂ. അവരുടെ കോർണറാണ് ഇതിപ്പോൾ. ഞാൻ ഡിവിഷൻ 3-2 ആവാറായി തോന്നണം. അതിലാണ് ഞാൻ കളിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണേ. അപ്പം എനിക്ക് അതിൻ്റെ ഇത് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ഇത് ഗോൾ അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ തിരിച്ചിട്ടാൽ മതി.
ഈസി ഗോളാണ്. അപ്പോൾ പിന്നെന്താ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പേടിക്കാണ്ട് കളിച്ചാൽ മതി. പേടിക്കേണ്ട, എന്തായാലും നമ്മൾ ചത്തൊന്നും പോവില്ല ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഇതൊരു ഗെയിമാണ്. എല്ലാവരും പക്ഷേ ഗെയിം പോലെയല്ല കാണണേ. നമ്മൾ അത്ര എഫേർട്ട് എടുത്തിട്ടാണ് കളിക്കണേ. എന്നാലും അത്ര എഫക്റ്റ് എടുത്ത് കളിക്കണതിൻ്റെ അല്ല, നമ്മൾ അത്ര ഇതിൽ കളിക്കുമ്പോഴേ നമ്മൾ പാനിക് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിലാണ്ട് ഒഴിവാക്കി കളിക്കുക. ഇപ്പോൾ അവൻ്റെ സ്കോഡൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അവൻ അത്യാവശ്യം നന്നായി കളിക്കുന്നു. ചിലപ്പോൾ ഇനി പറയാൻ പറ്റില്ല. സെക്കൻഡ് ഹാഫിൽ ചിലപ്പോൾ അവൻ തിരിച്ചടിച്ച് വരാം. ഇതൊക്കെ ഗെയിമിൻ്റെ ഭാഗമാണ്. പിന്നെ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് CF ഇട്ട് കളിക്കുന്ന പ്ലെയേഴ്സ് ഉണ്ടല്ലോ, അത് അത്യാവശ്യം മെരുക്കുള്ള പ്ലെയേഴ്സ് ആയിരിക്കണം. അതായത് നമുക്ക് ഫ്ലെക്സിബിൾ ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ബോളടിച്ച് പെട്ടെന്ന് ബോളിട്ട് തിരിഞ്ഞടിക്കാനൊക്കെ പറ്റുള്ളൂ. അതിപ്പോൾ നിങ്ങൾ CFന് ഹാലൻഡ് പോലെയുള്ള പ്ലേയേഴ്സിനെ ഇട്ട് കളിച്ചാലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നല്ല ഞാൻ പറയണത്. അങ്ങനെ കളിച്ചോക്കെ ആയിരിക്കും ഓക്കെയാണ്. പക്ഷെ നിങ്ങളൊരു തുടക്കക്കാരനാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഇമ്പ്രൂവ് ആയിട്ട് കളിക്കണം, ഗോൾ അടിക്കണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എംബാപ്പെ അങ്ങനത്തെ പ്ലേയേഴ്സില്ല. അതാകുമ്പോൾ കുറച്ചും കൂടി ഫാസ്റ്റാണ്, അഗ്രസീവാണ്, ക്വിക്കായിട്ട് നമുക്ക് ടേൺ ചെയ്ത് അടിക്കാനൊക്കെ പറ്റും. ബാലൻസ് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഈ റുമി ഹാലൻഡൊക്കെ ഏകദേശം ഒരു ഇതാണ്, എന്താ പറയുക, ഫ്ലെക്സിബിൾ അല്ല. നമുക്ക് പെട്ടെന്ന് തിരിച്ചടിക്കാം. അത് കുറച്ച് പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ നടക്കുള്ളൂ. പിന്നെ പലർക്കും പല രീതിയിലാണ്. അപ്പോൾ പേടിക്കാണ്ട് കളിച്ചാൽ മതി. ഗ്രീസ്മാൻ ഈസി എന്ന് പറഞ്ഞാൽ ഈസി. നമ്മൾ 3 ഗോൾ അടിച്ചിട്ടുണ്ട്. സാധാരണ 3 ഗോൾ കിട്ടുമ്പോൾ എല്ലാവരും കളി നിർത്തി പോകാറാണ് പതിവ്. ഇവൻ ആൽഫ മെയില കളി നിർത്തി പോവില്ല. കളിയാക്കി പറഞ്ഞല്ല കേട്ടോ. ശരി. പിന്നെ അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്കൊക്കെ ടിപ്പ് വരുള്ളൂ കേട്ടോ ഗൈസ്. കാരണം നമുക്ക് കളിയും കൂടി കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കാരണം. പിന്നെ ഇത് മാച്ചസ് ഇട്ടതൊന്നല്ലല്ലോ നമ്മൾ കളിക്കണേ. അപ്പോൾ കളി കുറച്ച് പോകുമ്പോൾ നമുക്ക് എന്താ പറയുക, അതിൻ്റെ ഒരു എപ്പോഴും പ്ലെയറിൻ്റെ ബാക്ക് സൈഡിൽ കൂടെ കട്ട് ചെയ്ത് കയറാൻ നോക്കാം. നിങ്ങൾക്കൊരു പ്ലെയറിനെ കെട്ടി ബോൾ പോയില്ല അപ്പോഴേക്കും. ഇവിടെ മൂവ്മെൻ്റ് ഇട്ടിട്ട് കണ്ടോ, അങ്ങനെ ബാക്ക് സൈഡ് കൂടെ കയറാൻ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ബോൾ കൊണ്ടുപോകാൻ പറ്റും. അതെൻ്റെ ഒരു ഇതാണ്. എന്താണ് കാണിക്കണേ? വേണ്ട, ഇതും കൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ പാവം. ബാലൻസ് പോയി. നിങ്ങൾ പരമാവധി ഷോൾഡർ പുഷ് ചെയ്ത് കളിക്കാൻ നോക്കാം. അപ്പം നിങ്ങൾക്ക് ഗെയിമിൽ കുറച്ചും കൂടി എന്താ പറയുക, ഒരു അപ്പർ ഹാൻഡ് കിട്ടും. ഷോൾഡർ പുഷ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. കാരണം അത് ഫൗള് വിളിക്കാണ്ട് എടുക്കാൻ അറിയണം കേട്ടോ. എല്ലാതും മിക്കതും ഫൗളാവാറാണ് പതിവ്. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ഇതെടുക്കണം. അപ്പം ഞാൻ മുമ്പ് ബോൾ ഉണ്ടെങ്കിൽ ബോൾ അവൻ എപ്പോഴെങ്കിലും തന്നു. ഇതൊരു ഈസി മാച്ചായി പോയി. ഇതൊക്കെ ഒരു കോർണർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അടിച്ചു നോക്കാം. ഗോളാവോ തട്ടി കളഞ്ഞു. പിന്നെ ബ്ലോക്ക് ദ നെക്സ്റ്റ് മൂവ്. അല്ലാണ്ട് പ്ലെയറിനെ അല്ല മാർക്ക് ചെയ്യേണ്ട നമ്മൾ ഒരിക്കലും. സോറി, നിങ്ങളെന്താ പ്ലെയറിനെ മാർക്ക് ചെയ്ത്? ഓയ്യോടാ ഗൈസ്, അത് നമ്മൾ സില്ലിയാക്കി. പരമാവധി 3 അടിച്ചപ്പോൾ എന്തായാലും കളി ജയിക്കില്ല എന്നുള്ളൊരു നമ്മുടെ അഹങ്കാരം. കുഴപ്പമില്ല.
പക്ഷെ അവനെ സീനാക്കി കേട്ടോ. അവന് മറ്റേ മൈൻഡുള്ള പ്ലെയറാണ് അവൻ എന്തായാലും ഒരെണ്ണം തിരിച്ചടിച്ചുല്ലോ. സാധാരണ 3 കിട്ടി കളി നിർത്തി പോകാറാണ്. അപ്പോൾ അവനത് വാശിപ്പുറത്തൊന്ന് അടിച്ചു. ഗുഡ് പ്ലേ ബ്രോ. ഞെട്ടിക്കോ ഞാൻ അവിടെ ചെയ്തണ്ട. അതൊരിക്കലും ഫൗള് വിളിക്കില്ല. കാരണം നമ്മൾ നല്ല ഷോൾഡർ പുഷ് ചെയ്താൽ മതി. ഇതുപോലെ ഷോൾഡർ പുഷ് നല്ല കാലിടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റിദ്ധരിക്കണ്ട. ജസ്റ്റ് പ്രഷർ കൊടുത്തിട്ട് ഡബിൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാലിട്ട് ബോൾ കൊടുത്തോളും. അതിനെ കുറിച്ച് വീഡിയോ ചെയ്യണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. ഒരുവിധം ടിപ്സ് ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ പറയാത്ത കുറേ ടിപ്സ് ഉണ്ട്, കാരണം അതൊക്കെ മറന്നുപോയി ഗൈസ്. ഈ കളിയുടെ ഇടയിലാവുമ്പോഴേ പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. വീഡിയോ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞുതരാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ഓക്കെ ഗൈസ്, ബൈ.